കാര്യം 2 തരം കാര്യങ്ങളുണ്ട്. നമുക്ക് 2 തരമാണ് ദൈവം നോക്കുന്നത്. ഒന്ന് വിശ്വാസികൾ. ഇപ്പോൾ വിശാല വിശ്വാസിയാണ്, ആ സുഹറ വിശ്വാസിയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം മാത്രം മതി. പക്ഷേ വിശ്വാസം മാത്രം മതിയെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ. അതാണ് വിഷയം. അവിടെ എന്ത് വേണം? വിശ്വസ്തത വേണം. 2 കാര്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം, ബഹുമാനിക്കാം, ആരാധിക്കാം, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. പക്ഷെ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് കാര്യം വിശ്വാസമല്ല, അത് വിശ്വസ്തതയാണ്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം, ബൈബിളിൽ ഏറ്റവും നല്ല പുസ്തകം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല പുസ്തകം വെളിപാടാണെന്ന് പറയും. എന്താണെന്നറിയാവോ? മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുണ്ടെന്ന്. കാര്യം വിശ്വസ്തത, ഇപ്പം റോമ 1:6 നമ്മൾ എന്താ വായിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശാലായാലും സുഹറായാലും ആരായാലും യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് വിശ്വാസം വഴിയല്ല. വിശ്വാസം വഴി നമുക്ക് അനുഗ്രഹമാണ് കിട്ടുന്നത്. വിശ്വസ്ത വഴി നമുക്ക് കൃപ കിട്ടും, ദൈവാംശം കിട്ടും. ദൈവത്തിൻ്റെ ആനുകൂല്യവും ദൈവ അംശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ ആനുകൂല്യം, അനുഗ്രഹം, ദൈവ അംശം എന്ന് പറയുന്നതാണ് കൃപ. ഈ കൃപ ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകണത്. അപ്പോഴെന്താണ്? നമ്മൾ സാക്ഷികളാകും. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ 10-40 സാക്ഷ്യം ഇവിടെ കേട്ടു. എന്ത് സാക്ഷ്യമാണത്? വിശ്വാസ സാക്ഷ്യമാണ്. വിശ്വാസം വഴി നമുക്ക് അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അത് യൂസ് ആൻഡ് ത്രോയാണ്. ഇപ്പം അമേരിക്കൻ കമ്പനിയുടെ ഓർഡർ കിട്ടിയാലും 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ കാശ് ശമ്പളമൊക്കെ തീരും, അല്ലേ? തീർന്നില്ലേ? അപ്പോൾ ദൈവമായിട്ട് ബന്ധവും തീർന്നു. അപ്പോൾ സ്വന്തമല്ല. അനുഗ്രഹം ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാക്കത്തില്ല. നമ്മളാണ് ഓർക്കണം, കൃപയാണ് ദൈവത്തിൻ്റെ സ്വന്തമാക്കണത്. നീ കൃപാസനത്തിൽ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഇപ്പം പനി മാറി, അല്ലെ ക്യാൻസർ മാറി. ഇപ്പം ക്യാൻസർ മാറിയാലും ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ വേറെ രോഗം വന്നു വരും. അപ്പോൾ ഒരു ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം പ്രാപിച്ചാൽ ആ ആനുകൂല്യം എന്ന് പറയുന്നത് എല്ലാം കാലികമായിട്ടുള്ള ആനുകൂല്യമാണ്. അത് കഴിഞ്ഞാൽ അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ആളായി മാറി. പക്ഷേ എന്താ? കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ സൗഖ്യം നിന്നെ വിട്ടുപിരിഞ്ഞാലും കർത്താവ് നിന്നെ വിട്ടുപിരിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകണത് എങ്ങനെയാണ്? ആനുകൂല്യം കൊണ്ടല്ല, അനുഗ്രഹം കൊണ്ടല്ല, കൃപ കൊണ്ട്, ദൈവ അംശം കൊണ്ടാണ്. ദൈവ അംശവും ദൈവ ആനുകൂല്യവും 2 കാര്യങ്ങളാണ്. ദൈവ ആനുകൂല്യങ്ങൾ വിശ്വാസത്തോടെ ഉണ്ടാകുന്നു. ദൈവ അംശമെന്ന് പറയുന്നത് വിശ്വസ്തയോടെ ഉണ്ടാകുന്നു. സാക്ഷികൾ 2 തരമാണ്. വിശ്വാസം സാക്ഷ്യമുണ്ട്, വിശ്വസ്തതയുടെ സാക്ഷ്യമുണ്ട്. ഇപ്പം നമ്മളിവിടെ കേട്ടതെല്ലാം എന്തിൻ്റെ സാക്ഷ്യമാണ്? വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. ഇതിന് ബിബ്ലിക്കലായിട്ട് വലിയ മൂല്യമില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തമായ ആൾക്കാർക്ക് വിശ്വസ്തതയുടെ സാക്ഷ്യമുണ്ടാണ്. എൻ്റെ ഭൃത്യനായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലത്ത് നീ എന്നോടുള്ള വിശ്വസ്ത മുറുകെ പിടിച്ചിരുന്നു. പെർഗാമയിലെ സഭയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യം, പെർഗാമയിലെ സഭ കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി പീഡ അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിന്ന സഭയാണ് പെർഗാമിലെ സഭ. പെർഗാമിലെ സഭയോട് മലാഖ ദൂതൻ പറഞ്ഞത് എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചത് പറയാനുണ്ട്. എൻ്റെ സ്വന്തം സഹപ്രവർത്തകരായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലമുണ്ട്. അന്ന് നീ എന്നോടുകൂടെ വിശ്വസ്തനായിട്ട് നിന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നതിനകത്ത് വിശ്വാസം മാത്രമേ ഉള്ളൂ, വിശ്വസ്തതയില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്വന്തവുമല്ല. ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്നത് എന്താണ്? സഹനം ഉണ്ടാകുമ്പോഴും വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് പോവാതെ നിന്നുകൊണ്ട് സ്നേഹത്തിനും സഹനത്തിനും സുവിശേഷത്തിനും സാക്ഷിയായതുകൊണ്ട് യേശുക്രിസ്തു ഏകരക്ഷകനാണ് നെറ്റ് പറയുമ്പോൾ അവൻ വിശ്വസ്തതയായി ദൈവത്തിൻ്റെ സ്വന്തമായി കൈ അടിച്ച് കർത്താവ് കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ
നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. Praise the Lord. എങ്ങനെയാണ് യേശുവിൻ്റെ സ്വന്തമാകണത്? യേശുവിൻ്റെ സ്വന്തമാകണത്, ദൈവത്തിൻ്റെ സ്വന്തമാകണത് വിശ്വാസം കൊണ്ടല്ല, ദൈവത്തോടുള്ള വിശ്വസ്തത കൊണ്ടാണ്. വിശ്വസ്തത എപ്പോഴാണ് ഉണ്ടാകണത്? അനുഗ്രഹം താമസിക്കുമ്പോഴും. ലോകത്തിന് നിങ്ങളെ സ്വന്തമാക്കാത്ത ഒരു സമയം വരും. ലോകത്തിന് നിങ്ങളെ സ്വന്തമാകാത്ത ഒരു സമയം ബൈബിൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ്, ശക്തമായ കൺസെപ്റ്റ്. ചില സമയത്ത് ലോകത്തിന് നമ്മളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ലോകം ആരൂപിയാൻ നയിക്കപ്പെടുന്നവർക്ക് നമ്മളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. അത് ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഹെബ്രായർ 11:38 ഹെബ്രായർ 11:38 ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അവർ മാളങ്ങളിൽ ജീവിച്ചു, വനങ്ങളിൽ ജീവിച്ചു, മലമുകളിൽ ജീവിച്ചു. അവിടെ ജീവിതത്തിൻ്റെ ദയനീയമായ അവസ്ഥയാൽ അവിടെ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് അവരെ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് പണമില്ലെങ്കിൽ, സൗന്ദര്യമില്ലെങ്കിൽ, സ്വാധീനമില്ലെങ്കിൽ നിൻ്റെ ബന്ധപ്പെട്ടവർ സ്വന്തപ്പെട്ടവർ നിന്നോട് പറയത്തില്ല അവർ നിൻ്റെ ബന്ധുവാണെന്ന്. അതാണ് പറയുന്നത്, ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്തവരെ. ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് യോഹന്നാൻ്റെ ഹെബ്രായ ലേഖനത്തിൽ 11:38 ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല, ബന്ധുക്കൾക്ക് അവർ സ്വന്തമാണെന്ന് പറഞ്ഞില്ല, സ്വന്തം പാർട്ടിയിലുള്ള സമുദായത്തിലുള്ളവരെ അവർ സ്വന്തമാണെന്ന് പറഞ്ഞില്ല. എന്തിന്? അയൽവാസികൾ പോലും അവരെ കല്യാണത്തിന് വിളിച്ചില്ല. ഇപ്പോൾ ചില അയൽവാസികൾ പോലും, നമ്മൾ ബന്ധപ്പെട്ടവർ പോലും, സ്വന്തപ്പെട്ടവർ പോലും നമ്മളെ അടിയന്തരത്തിന് വിളിക്കണില്ലല്ലോ. എന്താ കാര്യം? നമുക്കവിടെ അത്രയും പണമില്ല, നമുക്കവിടെ അത്രയും സ്വാധീനമില്ല, നമുക്കത്രയും ആരോഗ്യമില്ല, നമ്മളിങ്ങനെ കുടിഞ്ഞ് മടങ്ങി, നമ്മുടെ സമ്പത്തുമില്ല, കാറിൽ ചെല്ലാൻ പറ്റത്തില്ല, നമുക്ക് ബൈക്കിൽ ചെല്ലാൻ പറ്റണില്ല, കാശില്ല നമുക്ക്. അതുകൊണ്ട് ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന് ബൈബിൾ എന്ത് ശ്രദ്ധയോടെയാണെന്നാണ് മനുഷ്യനെ കാണുന്നത്. ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്തവരുണ്ട്, അവർ ദൈവത്തിന് സ്വന്തമാക്കാൻ പറ്റിയവരാണ്. ദൈവവേദനേ, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ന്യൂനത ലോകത്തിന് നിന്നെ സ്വന്തമാക്കാൻ പറ്റാത്തവരെ, നിൻ്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങൾക്കോ സഹപ്രവർത്തകർക്കോ നിന്നെ സ്വന്തമാക്കാൻ പറ്റാത്ത ന്യൂനത, പോരായ്മ നിനക്കുണ്ടെങ്കിൽ ഓർക്കുക, അത് ഹെബ്രായർ 11:38 എന്താണ്? ഇപ്പോൾ ലോകത്തിൽ നിന്നെ സ്വന്തമാക്കാൻ പറ്റണില്ല, പക്ഷെ അപ്പോഴും നീ എന്തു ചെയ്യും? അപ്പോഴും നീ കർത്താവേ, എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ട, സ്വന്തപ്പെട്ടവർക്ക് എന്നെ വേണ്ട, എൻ്റെ അയൽവാസികൾക്ക് എന്നെ വേണ്ട, എന്നെ അങ്ങനെ ആരും കരുതണില്ല, എങ്കിലും കർത്താവേ നീ എന്നെ ഹെബ്രായർ 11:38 കരുതണുണ്ടല്ലോ കർത്താവേ, എനിക്കത് മാത്രം മതി. എൻ്റെ ദൈവമല്ലേ, അപ്പോഴും നീ വിശ്വാസങ്ങൾ ഉപരി എന്നിട്ട് നീ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഹെബ്രായ ലേഖനത്തിലെ വെളിപാട് പുസ്തകത്തിലെ 2:10 എഫേസ്യ പുസ്തകത്തിലെ ലേഖന സഭയ്ക്കും ഹെബ്രായർ 2:12 സ്മിർനായിലെ സഭയ്ക്കും പെർഗാമിലെ സഭയ്ക്കും പറയണത് എന്താണ്? എൻ്റെ സാത്താൻ കുടിയിരിക്കുന്ന സ്ഥലത്താണ് നീ വസിക്കണത്. ബൈബിൾ എന്ത് രസമാണെന്നറിയോ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2:10 പറയും, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കണതെന്ന്. ഏഷണി, പരദൂഷണം, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, മദ്യപാനം, മദ്യോത്സവം, അങ്ങനെയുള്ള എല്ലാ മ്ലേച്ഛതകളും ഉള്ള ബന്ധുക്കളെ, സ്വന്തപ്പെട്ട അയൽവാസികൾ, കുപ്പിക്കൂട്ടങ്ങൾ, അങ്ങനെ പലരുള്ള സ്ഥലത്താണ് നീ വസിക്കണത്. ദൈവത്തിലെ ശരിയല്ലേ കർത്താവിൻ്റെ വചനം? ഹെബ്രായ അത് ഈ ലേഖനം വെളിപാട് ലേഖനമാണ്. അതായത് 2:10 സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കണത്. സിംഹാസനം എന്ന് പറയുന്നത് എന്താണ്? സാത്താൻ്റെ അധികാരം. അവിടെ സാത്താൻ പറയുന്ന വിലയുള്ള, അങ്ങനെ തിന്മയുടെ ശക്തിക്ക് വരെയുള്ള, കൊല്ലണമെങ്കിൽ കൊല്ലണം, തിന്നണമെങ്കിൽ തിന്നണം, അങ്ങനെ കൊട്ടേഷനെങ്കിൽ കൊട്ടേഷൻ, കള്ളെങ്കിൽ കള്ള്, പെണ്ണെങ്കിൽ പെണ്ണ്, വെള്ളമെങ്കിൽ വെള്ളം, ഇങ്ങനെയുള്ള നാരകീയമായ പൗശീന്യം, പിടിച്ചുപറി, ചതി, അഹങ്കാരം, മുൻകോപം, ഇങ്ങനെയുള്ള ചവിട്ടിപ്പിടുത്തം, അതുപോലെ കുതികാല് വെട്ടൽ, ഇങ്ങനെയുള്ള മൃഗീയ മ്ലേച്ഛതകൾ അഴിഞ്ഞാടുന്ന ഒരു സമൂഹത്തിലാണ് നീ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പറയണത്.
വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, സാത്താൻ്റെ എഫേസ്യ സഭയ്ക്ക് കർത്താവിൻ്റെ വെളിപാട്, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് ദൈവത്തിലെ നീ വസിക്കാൻ. ഈ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് വസിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ പുണ്യം. എന്താ പുണ്യം എന്ന് പറയുന്നത്? അങ്ങനെ സാത്താൻ്റെ അധികാരമുള്ള സ്ഥലത്ത്, സാത്താൻ്റെ വാക്കിന് വിലയുള്ള സ്ഥലത്ത്, ദൈവത്തിൻ്റെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് പോലും നീ വിശ്വാസിയായി ജീവിക്കുമ്പോൾ, നീ സ്നേഹത്തോടെ, സഹനത്തോടെ, നന്മയോടെ, വിശ്വസ്തയോടെ, ആത്മാവിൻ്റെ പുണ്യങ്ങളോടെ സഭയോടെ ജീവിക്കുമ്പോൾ ദൈവവൈദ്യരെ യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്ന കൈ അടിച്ചു കർത്താവ്. അഭിഷേകമായി മടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി മടരണമേ, പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ, പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തി. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കൈകൾ വീശിക്കട്ടെ, കാറ്റായി വീശണമേ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. Praise the Lord. Praise the Lord. അതിനോട് ചേർന്ന് വായിക്കാവുന്ന വചനമാണ് 1 കൊരിന്ത്യർ 6:19. എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അതിനാൽ നിങ്ങളുടെ സ്വന്തമല്ല. പിന്നെ നമ്മൾ ആരുടെ സ്വന്തമാകും? ദൈവത്തിൻ്റെ സ്വന്തമാകും. ദൈവത്തിൻ്റെ സ്വന്തം, ലോകത്തിൻ്റെ സ്വന്തം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അവർ മാളങ്ങളിൽ ജീവിച്ചു, അവർ മലകളിൽ ജീവിച്ചു, വനങ്ങളിൽ ജീവിച്ചു. അവരെ സ്വന്തമാക്കാൻ ലോകത്തിന് പറ്റിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിൻ്റെ സ്വന്തം എന്നും പറഞ്ഞ സംഭവമുണ്ട് ഇല്ലേ? ഓരോരുത്തരും ആരാണ്? നമ്മളോട് ചിരിച്ച് കാണിക്കുന്നവരെ, നമ്മളെ അംഗീകരിക്കുന്നവരെ, നമ്മളോട് സഹിത്വം ചേരുന്നവരെ, അവർക്ക് ആകർഷിക്കപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് അവരങ്ങനെ സ്നേഹവും കാരുണ്യമൊക്കെ കാണിക്കത്തുള്ളൂ ഇല്ലേ? അല്ലെങ്കിൽ പണമില്ലാത്ത പിണമായി പോകും. അപ്പോൾ എന്താണ്? അവർ നമ്മളെ സ്വന്തമാക്കത്തില്ല. അതാണ് വചനം പറയണത്. അങ്ങനെയുള്ള കാലത്ത് ലോകത്തിന് നിങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഹെബ്രായർ 11:38. എന്നിട്ട് പിന്നീട് നമ്മൾ 1 കൊരിന്ത്യർ 6:19 വരുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ലെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ആരുടെ സ്വന്തമാണ്? ദൈവത്തിൻ്റെ സ്വന്തം. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണോ ലോകത്തിൻ്റെ സ്വന്തമാണോ എന്ന് തീരുമാനിച്ചാൽ വിശ്വാസിയാണോ വിശ്വസ്തനാണോ എന്ന് പറയാൻ കഴിയും. നമ്മൾ വിശ്വസ്തനാണ്. ലോകത്തിൻ്റെ സ്വന്തമല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ മാളങ്ങളിലും വനങ്ങളിലും മലമുകളിലും ഗുഹകളിലുമൊക്കെ ഇങ്ങനെ പേരില്ലാതെ പെരുമയില്ലാതെ കുറേ കാലത്തേക്ക് ജീവിക്കും. കുറേ കാലത്തേക്കേ ഉള്ളൂ. എന്നും കൊന്ന് ദൈവത്തിലെ എന്നും കൊന്നും ഇങ്ങനെയാണെന്ന് പറയരുത് കേട്ടോ. പറയോ? 10 ദിവസം. വെളിപാട് എന്താ പറയണത്? എഫേസൂസുകാർക്കെഴുതിയ ലേഖനമല്ല, എഫേസൂസ് വെളിപാടിൽ എഫേസൂസിൽ സഭയ്ക്ക് വെളിപാട് കൊടുക്കുമ്പോൾ പറയണത് എന്താണ് പറയണത്? നീ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് വസിക്കണത്. എന്നിട്ട് നീ എന്നോടുള്ള വിശ്വസ്തത നിലനിർത്തി. നിന്റെ ക്ലേശം 10 ദിവസമാണെന്ന് കൈയടിച്ച് കർത്താവ്. നിന്റെ ക്ലേശം 10 ദിവസം. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു പോയി. എന്താ കാര്യം എന്നറിയാമോ? ക്ലേശത്തിലാണ് പോകണമെന്നുണ്ടെങ്കിലും
അനന്തമായ ക്ലേശത്തിലേക്ക് ദൈവം തള്ളിയിട്ട് നിന്നെ കൊല്ലത്തില്ല. നിന്റെ കണ്ണീരിൻ്റെ കാലം കർത്താവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആമേ. സ്തോത്രം കർത്താവേ. ആരാധിക്കുന്ന ദൈവമേ, ദീർഘകാലങ്ങൾ പരിമിതപ്പെട്ട ദൈവമേ, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കഷ്ടങ്ങൾ സാരമില്ല, എല്ലാവരും കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ദൈവത്തിലെ ഈ വചനം ഏറ്റുപറഞ്ഞ് കൃപ പ്രാപിച്ച് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. നമുക്ക് സഹനം വരുന്ന എവിടുന്നായിരിക്കും? പിശാച് തടവിലാക്കിയ നാത്തൂനിൽ നിന്നോ അമ്മായിയമ്മയിൽ നിന്നോ മരുമകളിൽ നിന്നോ അയൽവാസിയിൽ നിന്നോ പാർട്ടിക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഉണ്ടാകാം. മനസ്സിലായില്ലേ? അതാണ് കർത്താവിൻ്റെ വചനം പറയണത്. എന്താ പറയണത്? നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നീ പറഞ്ഞേ, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. പിശാചിന്റെ പരിപാടി എന്താ? കൊല്ലുക, കൊല്ലാനും നശിപ്പിക്കുക. കർത്താവ് പറഞ്ഞില്ലേ 10 യോഹന്നാൻ 10:10 കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളനാണവൻ. അപ്പം കള്ളന്മാരിൽ നിന്ന് കള്ളൻ തടവിനാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാകും. നിൻ്റെ ബന്ധുക്കളുണ്ടാകാം, സ്വന്തപ്പെട്ടവരുണ്ടാകാം, സഹപ്രവർത്തകരുണ്ടാകാം, നിൻ്റെ പ്രൊമോഷൻ തടഞ്ഞവരുണ്ടാകാം, നിനക്ക് വേണ്ടി പണിതവരുണ്ടാകാം. അതുകൊണ്ട് പറയുന്നു, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവരെ ഭയപ്പെടരുത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പിശാചിനെ ഭയപ്പെടരുത്. നീ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഗുനായ്മകൾ കേട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ഫിയർ നോട്ട്. ബൈബിള് മനുഷ്യരാശിയിൽ പറയുന്ന ഏറ്റവും ശക്തമായ വാക്കാണ് ഫിയർ നോട്ട്. ഭയപ്പെടേണ്ട. കൈ അടിച്ച് കിടത്താൻ ചില നിങ്ങളെ പിശാച് നിങ്ങൾ തടവിലാക്കിയിരിക്കുന്നു. അതായത് നമുക്ക് സഹനം തരുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ അതിർത്തി കുറ്റി മാറ്റിയിടുന്ന ആൾക്കാരാകാം, വഴി കൊണ്ടുവന്ന് കുപ്പിച്ചില്ലിടുന്ന ആൾക്കാരാകാം, വഴി വിടാത്ത ആൾക്കാരാകാം. നീ ഉടനെ സഹിക്കാതിരിക്കും. ഇങ്ങനെയുള്ള സഹനങ്ങളെ ഭയപ്പെടരുത്. ബൈബിളിലെ കർത്താവിൻ്റെ വചനം മാത്രമേ സഹനങ്ങളെ ഭയപ്പെടരുതെന്ന് പറയത്തുള്ളൂ. കാര്യം ഇത് സത്യസന്ധവും സത്യവേദ പുസ്തകവും ജീവൻ്റെ വചനവുമാണ്. കൈ അടിച്ച് കർത്താൻ ശ്രമിക്കുക. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം വാക്കുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം വാക്കുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധവനോദ്യോഗാരണത്തിന് ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് സഹനം തരുന്ന വ്യക്തികൾ ആരായാലും നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്? അവരങ്ങനെ ചെയ്യണ കാരണം എന്താണ്? പിശാച് തടവിലാക്കി. അപ്പോൾ അവരാരുടെ ബന്ധനത്തിലാണ്? പിശാചിൻ്റെ ബന്ധനത്തിൽ. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല. മത്തായിയുടെ 17-ാം അധ്യായത്തിൽ അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് അപസ്മാര രോഗിയെ അവൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയാതിരുന്നത്?
അപ്പോൾ വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ്. പിശാചിന് ബന്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം നമുക്ക് എന്താണ് തരുന്നത്? വിശുദ്ധി തരും. നമുക്ക് വിശ്വാസം നമുക്ക് എന്ത് തരും? വിശുദ്ധി തരും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സത്യവിശ്വാസവും കള്ളവിശ്വാസവും തമ്മിൽ ഒരു വിശ്വാസം നിന്നെ വിശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യവിശ്വാസം. ഒരു വിശ്വാസം നിന്നെ കൂടുതൽ അഹങ്കാരിയും, ഒരു വിശ്വാസം നിന്നെ കൂടുതൽ മ്ലേച്ഛനുമായി, ഒരു വിശ്വാസം നിന്നെ കൂടുതൽ അധമനുമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അസത്യവിശ്വാസം. സത്യവിശ്വാസവും അസത്യവിശ്വാസവും നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? ഏത് വിശ്വാസമാണ് നിന്നെ വിശുദ്ധീകരിക്കുന്നത്? അതാണ് സത്യവിശ്വാസം. ആ സത്യവിശ്വാസം കൊണ്ട് പറയും, സാത്താനെപ്പോലും നിൻ്റെ വിശ്വാസത്താൽ നിനക്ക് തളച്ചിടാൻ കഴിയും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്തു പോകത്തില്ല. ദൈവവേദനെ എന്നെ നിന്നെ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങളിൽ സാത്താൻ നിൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ സഹപ്രവർത്തകരെ ബന്ധത്തിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഉടമ്പടി പോലെ അതിനെന്തുണ്ട് പ്രാർത്ഥന? ഉടമ്പടി ഇത്രയും ശക്തമാകാൻ കാര്യം എന്താ? ഉടമ്പടിയിൽ ഉപവാസമുണ്ടായി. ഉടമ്പടിയിലെ മൂന്നാമത്തെ ഐറ്റം എന്താണ്? ഉപവസിക്കുക. അല്ലെങ്കിൽ അഞ്ചാമത്തെ ഐറ്റം കൂടെ കിടക്കുന്നത് എന്താണ്? ഒരാഴ്ചയിൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ഉപവസിക്കുക. എന്തിനാണ്? ആത്മശക്തി ആവഹിക്കാനും സാത്താൻ്റെ ബന്ധത്തിൽ നിന്ന് അഴിച്ചു മാറ്റപ്പെടാൻ വേണ്ടിയാണ്. ഉപവാസം മുടക്കരുത്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. നിങ്ങൾ ഉപവാസമില്ല, പ്രാർത്ഥനയുമില്ല, പ്രേക്ഷിത പ്രവർത്തനവുമില്ല, ചുമ്മാ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്ന കർത്താവ് സംസാരിക്കാത്തതിൻ്റെ കാര്യം എന്താ? ആദ്യം തന്നെ, അതായത് എമർജൻസി കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യും. അടുത്ത ഘട്ടം വരുമ്പോൾ പറയും, നീ ഉടമ്പടി പാലിച്ചിട്ട് വരാൻ പറയും, വിശ്വസ്ത കാണിക്കാൻ പറയും. ഉടമ്പടിയോട് വിശ്വസ്ത കാണിക്കാൻ പറയും. അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയണം, കർത്താവ് എനിക്കും അൾത്താരയ്ക്കൊരു സാക്ഷ്യം പറയണം. പക്ഷെ സാക്ഷ്യം പറഞ്ഞ മാത്രം പോരാ, സാക്ഷിയായി ജീവിക്കണം. ഉടമ്പടി ചെയ്യുന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കണം, എനിക്ക് യേശുക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കണം. ഒറ്റ സ്വരത്തിൽ പറഞ്ഞ്, എനിക്ക് യേശുക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കണം. സ്വരത്തിൽ പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷി, സ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും പോകാൻ പാടില്ല. പരിശുദ്ധാത്മാവ് 1 തെസ്സലോനിക്കൻസ് 5:19 പോലെ ദുഃഖിച്ചകലാൻ പാടില്ല. പരിശുദ്ധാത്മാവ് എഫേസ്യൻസ് 4:30 പോലെ നിർവീര്യമാകാൻ പാടില്ല. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ നിലനിൽക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ. ഹല്ലേലൂയ. ആത്മാവിറങ്ങി വന്നു, കരങ്ങളടിച്ചുകൊണ്ട് ആവസിച്ചു. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് 1 യോഹന്നാൻ 5:12 വചനം നമ്മൾ പറഞ്ഞ വചനമാണ് പറയുന്നത്. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അത് 6:37 ബന്ധമുള്ളതാ. 1 യോഹന്നാൻ 5:12 ഒന്ന് ഏറ്റു പറഞ്ഞ്, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വന്നിരിക്കണം ജീവൻ ഉണ്ടാകാനും. യോഹന്നാൻ 10:10 അത് സമൃദ്ധമായി ഉണ്ടാകുന്നതാണ്. പെരുന്നാളിൻ്റെ മഹാദിനത്തിൽ അവർ എഴുതരുതെന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ, എന്നെ വിശക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവൻ, പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ എങ്ങനെയാണ്? അവൻ പിശാചിന് അടിമയായിരിക്കത്തില്ല. അതായത് നീ സാത്താൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്താണ് വസിക്കുന്നത്. സാത്താൻ്റെ പിണിയാളുകളായിട്ടുള്ളവരാണ് നിൻ്റെ സ്വാധീനത്തിൽ, നിൻ്റെ സംസർഗത്തിലുള്ളത്. എന്നിട്ടും
ജീവന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശ്വസ്തയോടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ഗലാത്യർ 5:22 അനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹത്തോടെ, ക്ഷമയോടെ, ദയയോടെ, നന്മയോടെ, വിശ്വസ്തയോടെ നീ ജീവിച്ചാൽ നീ ആരുടെ സ്വന്തമാകും? കർത്താവിൻ്റെ സ്വന്തമാകും. അറിയാം, ദൈവം നിന്നെ സ്വന്തമാക്കിയാൽ പിന്നെ ആർക്കും നിന്നെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. സാത്താനും ലോകത്തിനും കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്, കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട്. കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രാർത്ഥിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ നിമിഷം വരെ അങ്ങ് ജീവനോടെ ജീവവചനങ്ങളാൽ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും വചനം പാലിച്ച് സാത്താന്റെ സിംഹാസനത്തിന് അരികിൽ താമസിച്ചാലും സാത്താന്റെ സൗഹൃദത്തിലുള്ളവരുടെ കൂടെ താമസിച്ചാലും വിശ്വസ്തയോടെ ഏത് സകല നാളിലും കർത്താവേ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചാൽ വിശ്വസ്തയുടെ അന്തിപ്പാസിനെ പോലെ അങ്ങയുടെ സാക്ഷിയായാൽ അങ്ങന്റെ ക്ലേശങ്ങളെ ദിനങ്ങളെ ചുരുക്കുവെന്നും അങ്ങനെ വീണ്ടെടുക്കുവെന്നും സ്വന്തമാക്കുവെന്നും സുവിശേഷത്തിലൂടെ ലഭിച്ച എല്ലാ സന്ദേശത്തിനും ഉറപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയട്ടെ. ഹല്ലേലൂയ കർത്താവേ.